വരൂ ഗൈസ്, നമുക്ക് അമ്പലം വരെ പോയിട്ട് വരാം. കഴിഞ്ഞ ദിവസമേ ഞാനും അമ്മയും കൂടി നമ്മുടെ പെരുമ്പാവൂരുള്ള കുഴിപ്പള്ളിക്കാവ് വരെ ഒന്ന് പോയായിരുന്നു. പോയിട്ട് ഇപ്പോൾ അറൗണ്ട് 1 വീക്ക് ആയി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. എപ്പോൾ കുഴിപ്പള്ളിക്കാവിൽ പോയാലും എനിക്കൊരു ശീലമുണ്ട്, ഇതാ ഈ അമ്മമ്മേൻ്റെ അടുത്തുനിന്ന് നാരങ്ങത്തിരി വാങ്ങി കത്തിക്കുകയെന്ന് പറഞ്ഞാൽ. അത് കുഴിപ്പള്ളിക്കാവിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ അമ്മയായിട്ട് ചെയ്തു തുടങ്ങിയ ഒരു റുട്ടീനാണ് ഈ നാരങ്ങത്തിരി കത്തിക്കുക എന്ന് പറഞ്ഞ പരിപാടി. അത് ഞാനും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ കുഴിപ്പള്ളിക്കാവിലെ ഒരു പ്രധാന വഴിപാടും കൂടിയാണ് നമ്മുടെ നാരങ്ങത്തിരി കത്തിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ. സീരിയസ് ആയിട്ട് പറയാം, നല്ല അന്തരീക്ഷമാണ്, പിന്നെ ഭയങ്കര ഒരു പ്രത്യേക വൈബാണ്. പിന്നെ പൊതുവേ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് മനസ്സമാധാനം കിട്ടുന്നത് കൊണ്ടും ഞാനൊരു എന്താ പറയുക, ഒരു അമ്പലവാസി കുട്ടി ആയതുകൊണ്ടും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നേരത്തെ ഈ നാരങ്ങ പിഴിയാനായിട്ടേ അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ ചുമ്മാ ഇട്ടേക്കുമായിരുന്നു ഏരിയ, ഭയങ്കര അലമ്പായി കിടക്കുമായിരുന്നു. ഇപ്പം അമ്പലം കുറച്ച് പുതുക്കി പണിതതിൻ്റെ ഭാഗമായിട്ട് ഈ നാരങ്ങ പിഴിയാനായിട്ട് ഒരു കുഞ്ഞ് ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പിഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം മെസ്സി ആവത്തില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു പരിപാടി കേട്ടോ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞു. ഞാൻ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ദേവിയുടെ നടയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഒത്തിരി പേര് കത്തിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് കാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുക അങ്ങനെയുള്ളൊരു കാര്യത്തിനാണ് നാരങ്ങത്തിരി കത്തിക്കാറ്. പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് കത്തിച്ച് തീർന്ന കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നീക്കി വെച്ചിട്ട് എനിക്ക് സ്പേസ് ഉണ്ടാക്കി എൻ്റെ നാരങ്ങയ്ക്ക് ഞാൻ വെച്ചിട്ട് ഞാൻ തിരിയിൽ എണ്ണ മുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. തിരിയിൽ എണ്ണ മുക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു എണ്ണ ഒഴിച്ചിട്ട് പോയി മുക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ എണ്ണ ഒഴിച്ചു. നാരങ്ങയിൽ ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് ആ സെയിം കുപ്പിയിൽ തന്നെ തിരി ഫുള്ള് ഞാൻ മുക്കി കേട്ടോ. എന്നിട്ട് നമ്മുടെ മെയിൻ കൽവിളക്കുണ്ട് ഫ്രണ്ടിൽ തന്നെ. ആ കൽവിളക്കിൽ നിന്ന് ഞാൻ തിരി കത്തിച്ച് എന്നിവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു പ്ലസൻറ്റ് മൈൻഡാണ് ഇവിടെ ഈ വന്നു കഴിഞ്ഞാൽ. എന്താ പറയുക, ദേവി എപ്പോഴും എനിക്ക് കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും എനിക്ക് ദേവി നടത്തി തരാറുണ്ട്, സാധിച്ചു തരാറുണ്ട്. കുഞ്ഞാൾ തൊട്ട് വരുന്ന നമ്മൾ കളിച്ച് വളർന്ന നാട്ടിലിങ്ങനെ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ അവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭയങ്കര പ്രധാനമാണ്. എന്താ പറയുക, കുറച്ച് വൈകിയ നട അടയ്ക്കത്തുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ തിരി മൊത്തം കത്തിച്ചു. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന എൻ്റെ അമ്മ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് തരുന്നൊക്കെ ചോദിച്ചാൽ ആൾ വേഗം വീഡിയോ ഒക്കെ എടുത്ത് തരും. അതിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് തന്നു. എന്നിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് മതിയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫോൺ അമ്മയുടെ തന്നെ മേടിച്ച് ഞാൻ അമ്മേനെയും എടുത്തു. ഞങ്ങൾ പിന്നെ വേഗം ചുറ്റിയൊക്കെ തൊഴുത് ബാക്കിൽ സർപ്പത്തന്മാരെയും പോയി തൊഴുത് വേഗം വന്ന് ഞങ്ങൾ പ്രസാദമൊക്കെ തൊട്ടിട്ട് ഞാനും അമ്മയും കൂടി അവിടെ പെരുമ്പാവൂർ ഉടുപ്പി ഹോട്ടലിൽ പോയി ഓരോ മസാല ദോശയും കഴിച്ചു. ഞാൻ ഓഫീസിലേക്കും പോയി, അമ്മ ഷോപ്പിലേക്കും പോയി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.